നമസ്കാരം. ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കാനുള്ള ഞങ്ങളുടെ ഒരു ശ്രമം. ഇതൊരു നീണ്ട യാത്രയായിരുന്നു. നിരവധി അനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഫോർ ദ പീപ്പിൾ ഇപ്പോൾ 100 അധ്യായങ്ങൾ പിന്നിട്ടിരിക്കുന്നു. രോഗികളുടെ എണ്ണം കൂടി വരുന്നു, ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. നിർബന്ധിത സേവനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഡോക്ടർമാരും ആശുപത്രികളിൽ കയറി ഇറങ്ങുന്ന രോഗികളും. ചികിത്സ വേണ്ടത് ശരിക്കും ആശുപത്രികൾക്കാണോ അതോ രോഗികൾക്കാണോ? ഫോർ ദ പീപ്പിൾ ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ ആരോഗ്യരംഗം പഴയപടി തന്നെ. ഭരണം മാറിയിട്ടും ആശുപത്രികൾക്ക് യാതൊരു മാറ്റവുമില്ല. പുതിയ കെട്ടിടങ്ങൾ വന്നതല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറാത്തതാണ് ആശുപത്രികൾ രോഗികൾക്ക് ഉപകാരപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം. രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടർമാരും സ്റ്റാഫുകളും ഇല്ലാത്തതാണ് മുഖ്യ കാരണം. ചികിത്സിക്കാൻ ആളില്ലാതെ കെട്ടിടങ്ങളുടെ നവീകരണം കൊണ്ടുമാത്രം എന്ത് പ്രയോജനമാണെന്നാണ് രോഗികളുടെ ചോദ്യം. ആശുപത്രി കെട്ടിടങ്ങളുടെ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടക്കുന്നതല്ലാതെ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന സംവിധാനമൊരുക്കുവാൻ അധികാരികൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കഴിയുന്തോറും കേരളത്തിന്റെ ആരോഗ്യമേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടി നടക്കണമെന്ന് പറഞ്ഞ് ബോക്സും വെച്ച് കെട്ടി ഇങ്ങനെ പരസ്യം ചെയ്തുകൊണ്ട് പോകണമല്ലാതെ ആ പരസ്യത്തിനനുസരിച്ചുള്ള ഒരു ഉപയോഗം യഥാർത്ഥത്തിൽ ആളുകൾക്ക് കിട്ടിയിട്ടില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഈ പ്രശ്നം എല്ലാ നാട്ടിലെയും പോലെ ഈ ഹോസ്പിറ്റലിനെയും കാര്യമായി ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വർഷങ്ങളായി ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊട്ടാരക്കര കഴിഞ്ഞാൽ MC റോഡിൽ പിന്നെ ഈ റോഡിനോട് ചേർന്ന് നിൽക്കുന്നൊരു ഹോസ്പിറ്റൽ ഇതാണ്. രാത്രി സമയങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഒരു അപകടം പറ്റി വന്നാൽ ഇതേപോലെ ഒന്ന് ഓടിക്കയറാൻ കഴിയുന്ന, അപ്പോൾ മറ്റ് ഹോസ്പിറ്റലുകൾ നമ്മൾ ഉൾറോഡിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ ഒരാളിനെ എടുത്തുകൊണ്ട് പോകാനോ ഈ പോകുന്ന വണ്ടികൾ തന്നെ വഴിതെറ്റി യാത്രക്കാരാണ്, അവർക്ക് പ്രദേശം അറിയാത്തവരാണെങ്കിൽ വഴിതെറ്റുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റൽ. പക്ഷേ ഇവിടുത്തെ ഒരു പരിചരണ സംവിധാനം നോക്കുകയാണെങ്കിൽ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. ഫോർ ദ പീപ്പിൾ നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിലെ മിക്ക ആശുപത്രികളിലും ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും എണ്ണം കുറവാണ്. ആയിരക്കണക്കിന് രോഗികളാണ് മഴക്കാല രോഗവുമായി സർക്കാർ ആശുപത്രികളുടെ പടികടന്നെത്തുന്നത്. എന്നാൽ ജനങ്ങളുടെ രോഗത്തിനനുസരിച്ച് ചികിത്സ മാത്രം ലഭിക്കുന്നില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം പനിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയായി ആലപ്പുഴ മാറിയിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. സ്വകാര്യ ലാബുകളും സ്വകാര്യ ആശുപത്രികളും ഇത് മുതലെടുത്ത് രോഗികളെ പിഴിയുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗികളുണ്ട്, എന്നാൽ ചികിത്സിക്കാൻ ആളില്ലാതെയാണ് അവയുടെ പ്രവർത്തനം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇല്ല. 7 പേർ വേണ്ടിടത്ത് 4 പേർ മാത്രം. ഡെങ്കുപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ കേരളത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ നോക്കുകുത്തികളായി മാറുകയാണ്. പനി വന്നാലും പകർച്ചവ്യാധികൾ വന്നാലും യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും. പനി പിടിച്ചും പകർച്ചവ്യാധികൾ പിടിച്ചും രോഗികൾ തെക്കുവടക്ക് നെട്ടോട്ടം ഓടുമ്പോഴും ആരോഗ്യവകുപ്പ് മൂടിപ്പുതച്ച് ഉറങ്ങുകയാണ്. ശരിക്കും നമുക്ക് ഗ്രാമീണ ഏരിയയിൽ നേരത്തെയൊക്കെ കമ്പൽസറി ആയിട്ട് ഹൗസ് സർജൻസിനെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിപ്പം എടുത്ത് മാറ്റിയിരിക്കുകയാണ്, വോളണ്ടറി ആക്കിയിരിക്കുകയാണ്. അത് അങ്ങനെ ഒരു ഇതിൽ, കാരണം ഗ്രാമീണ മേഖലയിൽ വർക്ക് ചെയ്യാൻ കുറേ ഡോക്ടേഴ്സിന് താല്പര്യമില്ല. അത് മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ലീവ് എടുക്കത്തില്ല. നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപകടങ്ങൾ നിത്യസംഭവമായ ദേശീയപാതയുടെ ഓരത്തുള്ള ജനറൽ ആശുപത്രിയിൽ അപകട രക്ഷാ യൂണിറ്റ് പോലുമില്ല. മിക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നടക്കുന്നില്ല എന്നതാണ് സത്യം. കിടത്തി ചികിത്സ ഉള്ള ഇടങ്ങളിൽ 24 മണിക്കൂറും ഡോക്ടർ വേണമെന്നുണ്ട്. പക്ഷേ മിക്ക ആശുപത്രികളിലും ഡോക്ടറുടെ സാങ്ഷൻഡ് പോസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നതാണ് വാസ്തവം. സർക്കാർ ആശുപത്രികളിൽ വളരെയധികം തിരക്കുണ്ട്. അപ്പം ഒരു ആശുപത്രിയിൽ ഇപ്പോൾ 50 പേരെയോ അല്ലെങ്കിൽ 100 പേരെയോ ചികിത്സിക്കാൻ അല്ലെങ്കിൽ അവരുടെ പരിശോധന ചെയ്യാൻ സൗകര്യമുള്ളിടത്ത് 500ഓ 1000ഓ ആൾക്കാർ എത്തുമ്പോഴേക്ക് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പരിശോധനകൾ നടത്തുവാനുള്ള സംവിധാനം അവിടെ ഇല്ലാതെ പോകുന്നു. അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സർക്കാർ ആശുപത്രി എന്ന് പറയുമെങ്കിലും ഓരോ സർക്കാർ ആശുപത്രിക്കും അല്ലെങ്കിൽ ഓരോ തട്ടിലുള്ള സർക്കാർ ആശുപത്രിക്കും അതിൻ്റേതായിട്ടുള്ള ചുമതലകളുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ജനങ്ങൾ പലരും ആഗ്രഹിക്കുന്നതും പലരും ധരിക്കുന്നതും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ നമുക്ക് താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ ഉള്ള അതേ രീതിയിലുള്ള ചികിത്സ, കിടത്തി ചികിത്സ ഉൾപ്പെടെ ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിരിക്കും എന്നവർ ചിന്തിക്കുന്നു. ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഓരോ ഡോക്ടർമാർ വരുമ്പോൾ, മെഡിക്കൽ ഓഫീസർമാർ വരുമ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇല്ലാത്ത ഫെസിലിറ്റി പോലും പല സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അകത്തോട്ട് പോവുകയാണെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് അതോ വലിയ ഹോസ്പിറ്റലാണ്. പക്ഷേ ഇവിടെ
ഇവിടെ ഡെയിലി ഒരു 700-600 പേര് OPക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്ന സാഹചര്യം ദിവസങ്ങൾ വരെ വരാറുണ്ട്. പക്ഷേ കൃത്യമായ ഒരു പരിചരണം ഇരിക്കുന്ന ഡോക്ടർമാർ ഇപ്പോൾ തന്നെ 3 പേരുള്ളതിൽ ഒരാളാണ് സിവിൽ സർജനുള്ള, ബാക്കിയുള്ളവർക്ക് അസിസ്റ്റൻ്റാണ്. അതിലും ഒരാൾ ലീവ് പോയിട്ട് 2 വർഷത്തോളമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇഷ്യൂസിന് ശേഷം പിന്നെ നമ്മുടെ MLA ഉൾപ്പെടെ നിയമസഭയിൽ അവതരിപ്പിച്ച്, സി ദിവാകരൻ MLA നിയമസഭയിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ട് പോലും ഇതിന് പരിഹാരമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഗൈനക്ക് വിഭാഗം ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പാണ്. ഇന്നിവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല. കഴിഞ്ഞ 2-3 മാസക്കാലം കൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ചികിത്സാ സംവിധാനം ഇവിടെ നടക്കുന്നില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് സർക്കാർ നേരിട്ട് വാങ്ങിയ മരുന്നുകൾ DMO വഴിയാണ് സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇത്തരം സംവിധാനങ്ങൾ കൃത്യമായി നടക്കാത്തതിനാൽ വരുന്ന രോഗികൾക്കെല്ലാം പാരസെറ്റമോളോ മറ്റോ നൽകിയാണ് വിടുന്നത്. ഓരോ ജില്ലകളിലെയും ഉൾപ്രദേശങ്ങളിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ഇക്കാര്യം അറിയുമ്പോൾ പഴിക്കേണ്ടത് രോഗികളെയാണോ അതോ അധികാരികളെയാണോ എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുന്നു. ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും കുറവും ആവശ്യത്തിന് മരുന്നില്ലാത്തതുമാണ് മിക്ക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പ്രശ്നം. ആവശ്യമുള്ള കുറേ മരുന്നുകളൊന്നും നമുക്കിപ്പോൾ ഇല്ല ഇവിടെ. സത്യം പറഞ്ഞാൽ കുറേ ഫീവർ സീസണിൽ പോകുന്ന മരുന്നുകളും കുറച്ച് BP-യുടെ മരുന്നുകൾ അങ്ങനെയൊക്കെ ഉള്ളു. സാധാരണ നമ്മൾ ഈ ഹാർട്ടിൻ്റെ മരുന്നുകളൊന്നും നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. അപ്പം ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഫാർമസിസ്റ്റ് പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ അങ്ങോട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നു. OPയിലെത്തുന്ന രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു. IP വിഭാഗത്തിലെ കിടക്കകൾ ഭൂരിഭാഗവും ഒഴിഞ്ഞ നിലയിലാണ്. അമ്പൂരി, ആര്യങ്കോട്, കുന്നത്തുകാൽ തുടങ്ങിയ മലയോര ഗ്രാമങ്ങളിലെയും അതിർത്തി ഗ്രാമങ്ങളിലെയും മിക്ക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്നതാണ് ഫോർ ദ പീപ്പിളിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. രോഗികൾ അത്യാവശ്യമായിട്ട് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ 11 മണി കഴിഞ്ഞ് OP ടിക്കറ്റ് എടുക്കത്തില്ല. പിന്നെ ഇവിടെ നിൽക്കുന്നവരെ ചികിത്സിച്ചതിന് ശേഷം മാത്രമേ 2 മണി ഡോക്ടറിന് പോകണം എന്നുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരുപാട് രോഗികൾ ഇവിടെ കൊണ്ടുവന്ന്, ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് രോഗികളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഡോക്ടർമാരില്ല. 3-4 ദിവസമാണുള്ളത്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണുള്ളത്. രാത്രി ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ്. ഈ പരിസരത്തൊന്നും വേറെ സർക്കാർ ആശുപത്രി അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യം ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ മൊത്തം പൊതുജനങ്ങൾ. രാത്രി ഒരു ഡോക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പ്രദേശത്തൊന്നും ഒരൊറ്റ ആശുപത്രി ഇല്ല. നെടുമങ്ങാട് പോകണം, അല്ലെങ്കിൽ പിന്നെ പാലോട് പോകണം, അല്ലെങ്കിൽ വെഞ്ഞാറോട്ടി പോകണം. രോഗികൾ ആശുപത്രി വരാന്തകൾ കയറി ഇറങ്ങുമ്പോഴും കൃത്യമായ ചികിത്സ ലഭിക്കാതെ നെട്ടോട്ടം ഓടുമ്പോഴും നമ്മുടെ ആരോഗ്യവകുപ്പും അധികാരികളും എന്തു ചെയ്യുകയാണ്? വിതുരയിലെ ആശുപത്രിയുടെയും സ്ഥിതി ദയനീയമാണ്. പരിശീലനം ലഭിച്ച നഴ്സുമാരോ ഡോക്ടർമാരോ ഇല്ല എന്നതാണ് പ്രശ്നം. ഓപ്പറേഷൻ തിയേറ്ററിലെ സൗകര്യങ്ങളും പരിമിതമാണ്. കറണ്ട് പോയാൽ ആശുപത്രിയും പരിസരവും ഇരുട്ടിലാകും. മിക്ക സർക്കാർ വക മെഡിക്കൽ സ്റ്റോറുകളും നോക്കുകൂത്തികളായി മാറുന്ന പ്രവണതയാണുള്ളത്. ഡോക്ടർമാർ എഴുതി നൽകുന്ന മരുന്നുകളിൽ ഭൂരിഭാഗവും പുറത്തുള്ള കടകളിൽ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയിലാണ് രോഗികൾ. കിടക്കകൾ ബെഡായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കിടത്തി ചികിത്സിച്ചതായിട്ട് അറിവില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർ പല വിധത്തിലുള്ള സമരങ്ങളും പിന്നെ പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തി. പലരും ഫ്ലക്സ് ബോർഡുകൾ വെച്ച് പലതും നടത്തി. മാറ്റമൊന്നും ഇതുവരെ ഉണ്ടായില്ല. നല്ല കുടിവെള്ളമില്ല. പിന്നെ രാത്രിയായ ലൈറ്റില്ല, വെട്ടമില്ല, പട്ടിയും ശല്യങ്ങളുമായിട്ടാണ്. ഒരു സെക്യൂരിറ്റി ഇല്ല. ഒരു ക്വാർട്ടേഴ്സ് കെട്ടിയിട്ടിട്ടുണ്ട്. ഡോക്ടർക്ക് വേണ്ടിയാണ് കെട്ടിയിട്ടേക്കുന്നത്. പക്ഷേ ഡോക്ടർ അങ്ങനെ ഇല്ല. ഡോക്ടറിന് രാവിലെ വന്നാൽ 2 മണി വരെ കാണും. പിന്നെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പേവാടിലെയും പരിസരത്തുള്ള ടോയ്ലറ്റുകളും പ്രവർത്തനരഹിതമാകുന്നത് രോഗികളെയും ലാബിൽ പരിശോധനയ്ക്ക് എത്തുന്നവരെയും ദുരിതത്തിലാക്കുന്നുണ്ട്. മിക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിലധികം ജോലിക്കാരെ നിയമിച്ചിട്ടുമുണ്ട്. ഇതിലെ രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഇത്തരം ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനു വേണ്ടി ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്ന രോഗികളെ കൊണ്ട് ആവശ്യമില്ലാതെ ടെസ്റ്റുകൾ നടത്തിപ്പിക്കുന്നു എന്നതാണ്. മിക്ക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ കുടുങ്ങിയത് തന്നെ. ആരോഗ്യവകുപ്പ് അധികാരികളുടെ കണക്കിൽ പനിബാധിതരുടെ എണ്ണം പരിമിതമാണെങ്കിലും രോഗബാധിതരുടെ എണ്ണം 5 അക്കം കവിഞ്ഞതായാണ് അനൌദ്യോഗിക കണക്ക്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം ഇതിലും ഏറെയാണ്. സർക്കാർ ആശുപത്രികളിൽ പനിക്കുള്ള പാരസെറ്റമോൾ ഗുളിക പോലും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. 15 ദിവസം 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ക്യാമ്പ് വയ്ക്കും. അല്ലാതെ പിന്നെ ഒരു സഹായം കിട്ടുന്നില്ല. പിന്നെ അല്ലാതെ ഈ പാരസെറ്റമോളോ അല്ലാതെ എന്തെങ്കിലും പിള്ളേർക്ക് കുത്തിവയ്ക്കാനുള്ള മരുന്നുകളോ ഉള്ളൂ. ഗർഭിണിക്കും പ്രസവക്കാർക്കൊക്കെ അവർ സഹായം ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു 1-2 ഗുളിക
ഇവിടെ സൂക്ഷിപ്പൊന്നുമില്ല, അത് കൊണ്ടുവരണം. അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള പെരുമ്പാവൂർ, എറണാകുളം, അതോടൊപ്പം തീരദേശ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വേണ്ടത്ര പരിചരണം കിട്ടാതെ രോഗികൾ വലയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ പലതും പാഴ്ചെടികൾ വളർന്ന് നാശോന്മുഖമാണ്. കിടക്കകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് പകരം നഴ്സുമാരുടെയും ലാബ് ടെക്നീഷ്യന്മാരുടെയും ഡോക്ടർമാരുടെയും എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇതിനെല്ലാം പരിഹാരം കാണാനാകൂ. എല്ലാ സർക്കാർ ആശുപത്രികളും രോഗപ്രതിരോധ മരുന്നുകളുമായി പനി ബാധിതരെ കാത്തിരിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പും അധികാരികളും പറയുന്നു. ഫോർ ദ പീപ്പിളിന്റെ അന്വേഷണത്തിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികളൊന്നും കണ്ടെത്തിയില്ല. പകരം കാണാൻ കഴിഞ്ഞത് പുതുക്കിപ്പണിത കുറെ കെട്ടിടങ്ങളും കൃഷിത്തോട്ടങ്ങളും മാത്രമാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം പേർ മരിക്കുകയും അതോടൊപ്പം തന്നെ രോഗികൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ ലഭ്യമാക്കാതെയും പോകുന്നൊരവസ്ഥയാണ് ഈ പ്രദേശത്ത് ഈ ആശുപത്രിയെ സംബന്ധിച്ച് കാണുന്നത്. ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന ഡോക്ടറുടെ അനാസ്ഥ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ പലപ്പോഴും പല രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചോദ്യം ചെയ്തുവെങ്കിലും 1-2 ദിവസം കൊണ്ട് അത് വീണ്ടും പഴങ്കഥയായി മാറുന്ന ഒരു അവസ്ഥ. പ്രാഥമിക ആരോഗ്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് നടത്തുന്നു, അല്ലെങ്കിൽ ശുദ്ധമായ ജലം ഉറപ്പുവരുത്തുന്നു, ഭക്ഷണത്തിലെ സന്തുലിതാവസ്ഥ നോക്കുന്നു. അപ്പോൾ ഇതൊക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ രോഗങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുടെയും സബ് സെൻ്ററുകളുടെയും പ്രധാന ചുമതല. അപ്പോൾ അഥവാ അവിടെ നമുക്ക് ചികിത്സാ സംബന്ധമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടുത്തെ സ്റ്റാഫിനെ നമ്മൾ വർദ്ധിപ്പിക്കണം, കൂടുതൽ ഡോക്ടർമാരെ വിന്യസിക്കണം, എന്നിട്ട് ഇത്തരം കൂടുതൽ പ്രവർത്തനങ്ങൾ കൂടി അവിടെ കൊണ്ടുവരണം. പ്രതിവർഷം 50,000 ഡോക്ടർമാർ രാജ്യത്ത് MBBS പഠിച്ചിറങ്ങുന്നു. ഇതിനനുസരിച്ച് 2020 ആകുമ്പോഴേക്കും 1250 പേർക്ക് ഒരു ഡോക്ടർ എന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 8 ഡോക്ടർമാർ, സിവിൽ സർജൻ ഉൾപ്പെടെ 8 പേര് ഈ ഹോസ്പിറ്റലിൽ വേണം. അതേ ഒരു സാഹചര്യം എല്ലാ മേഖലകളിലും. ഇവിടെ NRHMന്റെ കരാർ തൊഴിലാളികളെ വെച്ചിട്ടാണ് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറേ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഇവിടെ ഈ ഗൈനക് വിഭാഗത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു അന്യ സംസ്ഥാനക്കാരിയായ ഒരു സഹോദരി മരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് പോത്തങ്കോട് സ്വദേശിനി വേറൊരുണ്ട്. അവർ ഇതേപോലെ പരിചരണത്തിൻ്റെ പാകപ്പിഴ കൊണ്ട് അതിനും കുറച്ച് നാൾ മുമ്പ് അത് ഇവിടെ സംഭവിക്കുന്നത് അവസാന നിമിഷം മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഇവർ ധരിപ്പിക്കുന്നത്. ഇവിടെ ഈ രോഗി അഡ്മിറ്റ് ആയാൽ അവർക്ക് എന്തെങ്കിലും, കാരണം ഈ പ്രഗ്നൻസി എന്നുള്ള ഒരു പെട്ടെന്നൊരു നിമിഷത്തിലുണ്ടാകുന്ന സംഗതിയല്ല. മാസങ്ങൾ കൊണ്ട് അവരെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടും അവരുടെ കൺസൾട്ടിങ് റൂമിൽ പോയി കണ്ടും ഹോസ്പിറ്റലിൽ കണ്ടും കൃത്യമായ ഒരു പരിചരണം ഇവർ നേടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷം ഇവരൊരു ഡേറ്റ് കൊടുക്കുകയും ഇവർ പറയുന്ന ഡേറ്റിന് അഡ്മിറ്റ് ആകുമ്പോൾ ആ തലേ ദിവസം എന്നാണോ ഡെലിവറി ടൈം അതിൻ്റെ തലേ ദിവസം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ ചെയ്യുന്നൊരു സാഹചര്യം. മിനിമം 2 ഡോക്ടേഴ്സെങ്കിലും വേണം. ഒരു ഡോക്ടർ, ചാർജ് ഡോക്ടർ പുറത്ത് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ OP കണ്ടക്ട് ചെയ്യാനായിട്ട് വേറൊരു ഡോക്ടർ വേണം. അതുപോലെ പിന്നീട് ബാക്കി എല്ലാ സംവിധാനങ്ങളും എല്ലാം ഇപ്പം പണ്ടത്തെക്കാട്ടിലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം NRHM ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പിന്നെ പഞ്ചായത്ത് പ്രോജക്റ്റ് വഴിയും നമ്മൾ കുറേയൊക്കെ എക്യുപ്മെൻസും പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന അനുസരിച്ച് കൂടുതൽ എമൗണ്ട് പഞ്ചായത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരും. പനിയും മറ്റ് പകർച്ചവ്യാധികളും തടയുന്നതിനു വേണ്ടിയാണ് സർക്കാർ തലത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. എന്നാൽ അതും പാഴായിപ്പോയി എന്നതാണ് വസ്തുത. ഏകദേശം 120 പേർ പനിബാധ മൂലം മരിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം നിയമസഭയിൽ നൽകിയ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ പോലും 72,039 പേരാണ് വിവിധ പേരുകളിലുള്ള പനിക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇപ്പോൾ അത് ഏകദേശം 5 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് OP കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം PSCയിലും ഇപ്പോൾ ഒരു ഡോക്ടറേ ഉള്ളൂ. എല്ലാ PSCകളിലും അങ്ങനെയല്ല. ചിലപ്പോൾ വലിയ PSCകളിലൊക്കെ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ NRHM ഡോക്ടറിന് വേണ്ടി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തതാണ്, വന്നില്ല. അപ്പോൾ നമുക്ക് ഡെയിലി OP കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാസത്തിൽ 2 ഔട്ട്റീച്ച് ഇമ്മ്യൂണൈസേഷൻ വരും. അംഗൻവാടികളിൽ പോയി അവിടെ വന്ന് കുട്ടികളെ ഇമ്മ്യൂണൈസേഷൻ ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് ക്യാമ്പുണ്ട്. ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് മന്ത്ലി ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഡോക്ടർമാരുടെ കണക്കനുസരിച്ച് 3 ഡോക്ടറിന് ഒരു ബെഡും 2 നഴ്സ് അനുസരിച്ചിട്ട് അവരുടെയൊക്കെ തോതനുസരിച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് 12 ബെഡ് അങ്ങാണ്ടേ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു വിരോധാഭാസപരമായ സമീപനമാണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർമാർ ആവർത്തിച്ചത്. മനുഷ്യജീവനേക്കാൾ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കാണ് നമ്മുടെ അധികാരികൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സമ്പൂർണ്ണമായ ചികിത്സ സൗജന്യമായി ഇനി എന്നാണ് നമുക്ക് ലഭിക്കുന്നത്?
ഈ കണക്കുകളിലൂടെ കണ്ണോടിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യ ചികിത്സാ രംഗത്തിന്റെ പരിമിതികൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു കാലത്ത് ലോക നിലവാരം പുലർത്തിയിരുന്ന സമൂഹത്തിലാണ് മാരകമെന്ന് ഒരു വൈദ്യശാസ്ത്രവും പരിഗണിക്കാത്ത പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളാൽ മരണം സംഭവിക്കുന്നത്. വിദഗ്ധ വൈദ്യസേവനം ആവശ്യമുള്ള രോഗങ്ങൾക്ക് ചികിത്സാ ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവ മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാക്കണം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള ചികിത്സാ സ്ഥാപനങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടന്നതും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലായതും നമ്മുടെ കേരളത്തിലാണ്. എന്നിട്ടും ഇത്തരം കാര്യങ്ങൾ കുത്തഴിഞ്ഞു കിടക്കുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ മൗനത്തിൽ. പ്രാഥമിക ആരോഗ്യം തീർച്ചയായിട്ടും നമ്മൾ പരിപാലിച്ചേ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കുള്ളൂ. അതിനു പുറമെ അവിടെ ഈ കൂടുതൽ ലാബുകളും കൂടുതൽ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിനു വേണ്ടുന്ന ഈ ഉപകരണങ്ങൾ മാത്രമല്ല, അതിനുവേണ്ട മാൻ പവർ കൂടി നമുക്ക് അവിടെ വിന്യസിക്കേണ്ടതുണ്ട്. സാധാരണക്കാരനു വേണ്ടി കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ എത്തിക്കുന്നതിനായി സർക്കാർ രൂപം നൽകിയ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 60 കോടി രൂപയുടെ മരുന്നുകളാണ് സാധാരണക്കാരന് നൽകാതെ നശിപ്പിച്ചത്. ഇത് കാരണം സ്വകാര്യ കമ്പനികളിൽ നിന്ന് വൻവിലയ്ക്ക് യഥേഷ്ടം മരുന്ന് വാങ്ങി സർക്കാർ ആശുപത്രികളിലൂടെ ജനങ്ങളിലെത്തിക്കുക എന്നത് എളുപ്പമായി മാറി. സർക്കാർ ആശുപത്രികളിലെ ഒഴിവുകൾ ഏകദേശം 583-അടുത്തായി വരും. മെഡിക്കൽ കോളേജുകളിൽ 369-ഉം ആയുർവേദ ഹോമിയോ ആശുപത്രികളിൽ 101-ഉം ഏകദേശം 1043 ഒഴിവുകൾ മിക്കയിടങ്ങളിലുമുണ്ട്. ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല, പാരാമെഡിക്കൽ ജീവനക്കാരില്ല, കിടത്തി ചികിത്സിക്കാൻ സംവിധാനങ്ങളില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടർമാരില്ല. മനുഷ്യ ജീവനേക്കാൾ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അധികാരികൾ മുൻഗണന നൽകുന്നതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യമേഖല താറുമാറായി കിടക്കുന്നത്. കേരളം ആരോഗ്യരംഗത്ത് നേടിയ കീർത്തി നഷ്ടപ്പെടുത്തുന്നു എന്നത് ഗുരുതരമായ വിഷയം തന്നെയാണ്. നാട്ടുകാരുടെ പൊതുവെയുള്ള പണ്ട് നമുക്ക് IPS ഉണ്ടായിരുന്നു, 24/7 PSC ആയിരുന്നു. അതിനുശേഷം പിന്നെ അതിന് വേണ്ട സ്റ്റാഫ് പാറ്റേൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒറ്റ ഡോക്ടറെ അന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം അത് നിർത്തിയതാണ്. ഇപ്പോൾ നമ്മൾ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട് 24/7 PSC ആക്കാൻ വേണ്ടി. ഞങ്ങളും പ്രൊപ്പോസൽ കൊടുത്തതാണ് ഗവൺമെൻറ്റിലേക്ക്. അപ്പോൾ അതിന് ഉള്ള സ്റ്റാഫ് പാറ്റേണും അവരുടെ എല്ലാ സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊപ്പോസൽ കൊടുത്തതാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം 24/7 ആകുമ്പോൾ IPയും ഉണ്ടാവും. ഒരു രോഗി പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ കൊടുക്കുന്ന പാരസെറ്റമോൾ, അതിന് ബാക്കി എന്തെങ്കിലും അസുഖം അതിനുണ്ടോ എന്ന് നോക്കുന്നുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തുന്നതിന്, ഈ നൂറ്റാണ്ടിലെങ്കിലും അതിനൊരു മാറ്റം വരുത്തുന്നതിന്, പഴയ ഒരു ആശുപത്രിയാണ് ഒരു മാറ്റം വരുത്തുന്നതിന് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നേരത്തെ ഇവിടെ കന്യാകുളങ്ങര വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. നിർബന്ധിത സേവനങ്ങളിൽ നിന്ന് ഡോക്ടർമാർ പിന്തിരിയുമ്പോൾ വലയുന്നത് സാധാരണക്കാരായ രോഗികളാണെന്ന് മാത്രം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സാധാരണക്കാരനു വേണ്ടി ലഭ്യമായാൽ കേരളത്തിലെ പകർച്ചവ്യാധികൾക്ക് ഒരു പരിധിവരെ ശമനം ലഭിക്കും. കൃത്യമായി മരുന്നുകളും വൃത്തിയുള്ള അന്തരീക്ഷവും ലഭ്യമായാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മികച്ചതായി മാറ്റാൻ കഴിയും. ഇതിന്റെ വികസന സമിതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെയോ പൊതുപ്രവർത്തകരെയോ ഉൾക്കൊള്ളിക്കാത്തൊരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ ഒരു സമവായത്തിനോ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ആരെങ്കിലും എടുത്തു വയ്ക്കും, അവരവരുടെ വഴിക്ക് പോകുന്നൊരു സാഹചര്യമാണ്. ഇവിടെ മൊത്തം പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശം, ഇവിടെ ഇന്ന് തിരക്ക് കുറവായ ദിവസം കൊണ്ടാണ് ഇവിടെ മൊത്തം വാഹനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചാൽ നിരത്തിയിട്ടാൽ പിന്നെ ഒരു രോഗിയും കൊണ്ട് ഒരു ആംബുലൻസിന് കയറി വരാനും അങ്ങനെയുള്ള ഒരു സംവിധാനമില്ല. അതോടൊപ്പം വർദ്ധിച്ചുവരുന്ന ആശുപത്രികളെയും സ്വകാര്യ ലാബുകളെയും ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും കഴിയും. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മികച്ചതായി മാറണമെങ്കിൽ ആരോഗ്യവകുപ്പും അധികാരികളും മുന്നിട്ടിറങ്ങണം. അല്ലെങ്കിൽ ദുരിതത്തിലാകുന്നത് സാധാരണക്കാർ തന്നെയായിരിക്കും. എല്ലാ ചികിത്സകളും നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇനി എന്നാണ് ലഭിക്കുന്നത്? മെച്ചപ്പെട്ട ചികിത്സ എന്നാണ് ലഭിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ഉത്തരം കിട്ടാതെ നമ്മുടെ സർക്കാരുകളും അധികാരികളും കുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സാധാരണക്കാരായ രോഗികളും. ഫോർ ദ പീപ്പിൾ 100ന്റെ നിറവിലാണ്. പുതിയ കണ്ടെത്തലുകളും അന്വേഷണങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെയിരിക്കും. അടുത്തയാഴ്ച കാണുമ്പോഴേക്കും